Hi friends, I'm Nafil Hamza. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഗാരേജിന്റെ അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻ ആണ്. നമുക്കറിയാം നമ്മൾ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പല കമ്പനികൾക്കും പല ബിസിനസ് നേച്ചർ ആണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പോകുന്നത് നമ്മൾ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു ഗാരേജിലാണ്. ഗാരേജിന്റെ അക്കൗണ്ട്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ 2022 ജനുവരി മാസത്തെ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഗാരേജിന്റെ ട്രാൻസാക്ഷൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഞാനിവിടെ തന്നിട്ടുള്ള ആ ട്രാൻസാക്ഷൻ വെച്ചിട്ട് നമുക്ക് ആ ജനുവരി മാസത്തെ നമ്മുടെ ആ സ്ഥാപനത്തിന്റെ നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം. നമ്മളുടെ ഗാരേജിന്റെ റെന്റ് അടച്ചിട്ടുണ്ട്. റെന്റ് അടച്ചപ്പോ 2021 ഡിസംബർ, ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ജനുവരി 2022 ട്രാൻസാക്ഷൻ ആണ് പറയുന്നത്. പക്ഷെ നമ്മൾ അടച്ചിട്ടുള്ളത് ജനുവരിയിൽ അടച്ചിട്ടുള്ളത് ഡിസംബർ 2021, അതായത് ലാസ്റ്റ് മന്തിന്റെ പ്ലസ് ഈ മാസത്തെ പ്ലസ് ഫെബ്രുവരി മാസത്തെ, അങ്ങനെ 3 മാസത്തെ റെന്റാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ജനുവരിയിൽ ഒരുമിച്ച് അടച്ചിട്ടുള്ളത്. പെർ മന്ത് 6000 വെച്ചിട്ട് നമ്മൾ അടച്ചിട്ടുള്ളത് 18,000 ആണ്. ഓക്കെ, അതും ചെക്ക് ആയിട്ടാണ് അടച്ചിട്ടുള്ള ഫസ്റ്റ് ട്രാൻസാക്ഷൻ. അപ്പൊ ഇതിന്റെ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. ദെൻ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ പറയുന്നത് ജനുവരി മാസം നമ്മൾ ലാസ്റ്റ് മന്തില് ഡിസംബർ അതിലത്തെ സാലറി ഡ്യൂ ആയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്തു, ജനുവരി മാസത്തിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന്. അതിന്റെ എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ട്രാൻസാക്ഷൻ. മൂന്നാമത്തെ ട്രാൻസാക്ഷൻ പറയുന്നത് നമുക്ക് ജനുവരി മാസത്തിൽ ഉണ്ടായിട്ടുള്ള റിപ്പയർസ് ആൻഡ് സർവീസസിന്റെ റവന്യൂ, അതായത് റിപ്പയർസ് ആൻഡ് സർവീസും അതുപോലെ സെയിൽസിൽ നിന്നും ഉണ്ടായിട്ടുള്ള ടോട്ടൽ റവന്യൂ ഇത്രയാണ് നമുക്ക് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്, 232,000. അതിൽ നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ളത് 202,000 റിസീവ്ഡ് ബൈ ക്യാഷോ ആയിട്ട് റെക്കോർഡ് ചെയ്തോളൂ. ഓക്കെ, റിസീവ്ഡ് ബൈ ക്യാഷ്. ദെൻ റിമൈനിങ് ബാലൻസ് നമുക്ക് റിസീവബിൾ ആണ്, 30,000 നമുക്ക് റിസീവബിൾ ആണ്, കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത്രയും ട്രാൻസാക്ഷൻ ആണ് മൂന്നാമത്തേൽ തന്നിട്ടുള്ളത്. നാലാമത്തെ, നമ്മളുടെ കമ്പനി ഓഫീസ് സപ്ലൈസ് ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് നാലാമത്തെ എന്ത് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻ തന്നിട്ടുള്ളത്, ഓഫീസ് സപ്ലൈസ്. ദെൻ 5-ാം തീയതി നമ്മളുടെ സപ്ലയേഴ്സിന് മുമ്പ് കൊടുക്കാനുണ്ടായിരുന്ന ഡ്യൂ എന്ത് ചെയ്തു, നമ്മളുടെ കമ്പനി പേ ചെയ്തിട്ടുണ്ട് ബൈ ക്യാഷ് ആയിട്ട്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, 24,000. ദെൻ ആ മാസത്തെ കോസ്റ്റ് ഓഫ് സെയിൽ തന്നിട്ടുണ്ട്. മറ്റേ ആക്സറീസിന്റെ ഒക്കെ ഉണ്ടല്ലോ നമ്മൾ വിറ്റിട്ടുള്ള, അതിന്റെ കോസ്റ്റ് ഓഫ് സെയിൽ ഇവിടെ തന്നിട്ടുണ്ട്. സ്പെയർ പാർട്സിന്റെ ഒക്കെ 9,500 ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, തന്നിട്ടുള്ള ഇൻഫർമേഷൻ ഇവിടെ തന്നിട്ടുണ്ട് കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ. ദെൻ ജനുവരി മാസം നമ്മൾ എൻ്റെ സാലറി ഡ്യൂ ആയിട്ട് കൊടുത്തിട്ടില്ല, അപ്പൊ ആ എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്, സാലറി പേബിൾ എമൗണ്ട്. ഇതിന്റെ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക. ദെൻ ആ മാസം നമ്മുടെ കയ്യിൽ സ്പെയർ പാർട്സ് ആൻഡ് ആക്സറീസിൽ ബാലൻസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇത്രയാണുള്ളത്. ഓക്കെ, ദെൻ 2 അഡീഷണൽ നോട്ട് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. എന്താ, നമ്മളുടെ കമ്പനിയിൽ ഓൾറെഡി ഷോപ്പ് എക്യുപ്മെന്റ്സ് 85,000 കോസ്റ്റിന്റെ ഷോപ്പ് എക്യുപ്മെന്റ്സ് ഉണ്ട്. ഇറ്റ്സ് എ ഫിക്സ്ഡ് അസറ്റ് ആണ്. അപ്പൊ അതിന്റെ ഡിപ്രീസിയേഷൻ പെർസെന്റേജ് ഇവിടെ തന്നിട്ടുണ്ട്, 10% പെർ ഇയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ജനുവരി മാസത്തെ എന്ത് കണ്ടുപിടിക്കേണ്ടി വരും, ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കേണ്ടി വരും. അതുപോലെ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുള്ളത് എന്താ, നമ്മുടെ ഗാരേജിന്റെ ഇൻഷുറൻസ് റിന്യൂ ചെയ്തിട്ടുണ്ട്. ഡിസംബറിലാണ് റിന്യൂ ചെയ്തത്, കഴിഞ്ഞ മാസം റിന്യൂ ചെയ്തിട്ടുണ്ട്. ഇൻഫർമേഷൻ ഇവിടെ തന്നിട്ടുണ്ട്, അതിന്റെ പീരീഡ് ശ്രദ്ധിക്കുക. ടോട്ടൽ എമൗണ്ട് 12,000. അത് ഏത് പീരീഡ് മുതൽ ഏത് പീരീഡ് വരെയാണ് റിന്യൂ ചെയ്തിട്ടുള്ളത്, ഡിസംബർ 1, 2021 മുതൽ നവംബർ 11, 2022 വരെ. അങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അത് റിന്യൂ ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് 1 ഇയർ. ഓക്കെ, പെർ മന്ത് അപ്പൊ 1000 വെച്ചിട്ടാണ് അലോക്കേറ്റ് ചെയ്യേണ്ടി വരിക എക്സ്പെൻസിലേക്ക്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ദെൻ അതിനുശേഷം ഇത് ചെയ്തിട്ട് സെൽഫായിട്ട് ഇതിന്റെ എന്ത് ചെയ്യുക, നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അതുപോലെ നമ്മൾ ഡെയിലി വാട്സപ്പിൽ നമ്മുടെ സ്റ്റാറ്റസിൽ അക്കൗണ്ടിങ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസുകൾ ഷെയർ ചെയ്യാറുണ്ട്. നൈറ്റ് 10 PM ആകുമ്പോൾ അതിന്റെ ആൻസർ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വാട്സപ്പിൽ അത് കാണണമെന്നുണ്ടെങ്കിൽ AQ എന്ന് ടൈപ്പ് ചെയ്ത് നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക. അപ്പൊ അന്ന് മുതൽ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റാറ്റസിൽ ഇടുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ അതിന്റെ ആൻസേഴ്സും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.